നമസ്കാരം. നമുക്ക് ഇപ്പോൾ രാജ്യവ്യാപകമായി നമുക്ക് ലോക്ക്ഡൗണിൻ്റെ ഒരു സമയമാണ്. അതായത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സമയം. എന്നാൽ ഈ സമയത്തെ നമുക്ക് ഫലപ്രദമായി ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് സജഷൻസ് തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ തന്നെ പരിശോധിക്കാം. അതായത് ഭാര്യാഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ അച്ഛനമ്മമാരോടുള്ള ബന്ധം, കുട്ടികളോടുള്ള ബന്ധം, ഇതെല്ലാം വളരെ ശിഥിലമായി, വളരെ അതിൻ്റെ ശക്തി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഇപ്പോൾ ഭർത്താക്കന്മാരുടെ കാര്യമൊക്കെ ചിലരുടെ കാര്യം, അതായത് ഉദാഹരണത്തിന് നമ്മൾ വളരെ ബിസിയാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും ജോലിയോടുള്ള സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ വളരെ ബിസിയായിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം മാത്രം കിട്ടുന്നു നമ്മുടെ കുടുംബത്തോടൊപ്പം ചിലവാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അവർ പുറത്ത് കൊണ്ടുപോകുന്നു, കുറേ ഷോപ്പിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അത് ഒരുതരം നമ്മുടെ മനസ്സിലുള്ള ഒരു കുറ്റബോധമാണ്. ഇത്രയും ദിവസം എനിക്ക് സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് ഞാൻ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ആ കുറ്റബോധം മാറിക്കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ ദിവസവും ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ അവരോടൊപ്പം സമയം ചിലവാക്കുമ്പോൾ, ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എടുത്ത് ചെയ്യുമ്പോൾ അതിൽ നിന്നുളവാകുന്ന ഒരു സന്തോഷവും ആ ബന്ധങ്ങൾക്കുണ്ടാകുന്ന ഒരു ഉറപ്പും വേറെ ഒരു തലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതായത് ഈ കാലയളവ് കഴിഞ്ഞാലും നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസും മഹത്വവും നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള ഒരു സമയവും അതുപോലെ തന്നെ അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം, ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസരമായിട്ട് ഇതിനെ നമുക്ക് കാണാം. അതൊരു കാര്യം. രണ്ടാമത് നമ്മൾ കുട്ടികളെ തന്നെ എടുക്കുക. കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും അവിടെ നിന്ന് കിട്ടുന്ന അച്ചടക്കബോധവും എല്ലാം വളരെ പ്രധാനമാണ്. എന്നാൽ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം കൂടാതെ തന്നെ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പല ക്ലാസ്സുകളിൽ പോയി പഠിച്ച് ഡാൻസ് പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, ഇതൊന്നും കൂടാതെ തന്നെ വെറുതെ വീട്ടിലെ അന്തരീക്ഷത്തിൽ അച്ഛനമ്മമാരോട് കൂടി അവർക്ക് കഴിയാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതുപോലെ സ്വതന്ത്രമായിട്ട് ഓടിക്കളിക്കാനും, അതായത് ഒരു ടാർഗറ്റും മനസ്സിലില്ലാതെ അവർക്ക് കുറച്ച് സമയം നല്ല രീതിയിൽ അവർക്ക് കളിച്ച് നടക്കാനോ, അല്ലെങ്കിൽ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ടെൻഷൻ ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പഠിച്ചെടുക്കാനോ ഒക്കെ കഴിയുന്ന ഒരു സമയമാണിത്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ പാർക്കിൽ പോകണമെന്നോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഗെയിംസ് ഒക്കെ ഉള്ള പാർലേഴ്സിലേക്ക് പോകണമെന്നോ ഇല്ല. നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള കളികളിലും കാര്യങ്ങളിലും എല്ലാം കുട്ടികൾ ആനന്ദം കണ്ടെത്തേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദിവസം മുഴുവൻ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയോ ടി വി ഓൺ ചെയ്ത് വെക്കുകയോ ചെയ്യരുത്. അതുപോലെ നിങ്ങളും കഴിവതും കണ്ടിന്യൂസ് ആയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കാനോ, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാനോ, അല്ലെങ്കിൽ ടി വി ചാനൽസ് കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യാതെ കൂടുതൽ സമയം കുട്ടികളോടുകൂടി കളിക്കുക. വീട്ടിനുള്ളിൽ ചെറിയ രീതിയിലുള്ള കളികളും പിന്നെ ചിത്രം വരെയും അങ്ങനെയൊക്കെ ഉള്ള അത് മ്യൂസിക്, അവരെ പാട്ടുകൾ പഠിപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി. അപ്പം അതൊരു നല്ല അതൊരു വേറെ രീതിയിൽ, അതായത് കുട്ടികളോടുള്ള സമയം ചിലവാക്കുക, അവർക്ക് കൂടുതൽ ഒരു സന്തോഷകരമായ ഒരു സമയമായിട്ട് ഇതിനെ മാറ്റുക. അതാണ് ഒരു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായിട്ടുള്ളത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പ്രവർത്തന മേഖല. അതായത് പലരും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം ഞാനൊരു പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മളൊരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തന മേഖലയിൽ ഉള്ളവരായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ശരിക്കും ഒരു നഷ്ടമാണോ? ശരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലോ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡിലോ, റിസർച്ച് ഫീൽഡിലോ ഉള്ള ഒരാൾക്ക് ഈ സമയത്തെ ഒരു നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? എൻ്റെ അഭിപ്രായത്തിലല്ല. കാരണം നമ്മളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ചട്ടക്കൂടിൽ നമ്മൾ വർക്ക് ചെയ്തു പോകുന്നു, ഇങ്ങനെ കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്തു പോകുന്നു. അതൊന്ന് മാറി നിന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രഷായിട്ട് ചിന്തിക്കാനും, നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, എന്തൊക്കെ രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, അതുകൂടെ ഒറിജിനൽ തിങ്കിങ്, ജെന്യുവിൻ തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള
പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ജോലിയിൽ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ എഴുതാൻ കഴിയും, പുതിയ ഗവേഷണങ്ങൾ തുടങ്ങാൻ കഴിയും. പിന്നെ നമുക്ക് പുതിയ രീതിയിലുള്ള എന്തിന് നമ്മുടെ കൂടെ നമുക്ക് ജനങ്ങളെ സഹായിക്കാനായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈവൻ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റും, നമുക്ക് ധ്യാനിക്കാൻ കഴിയും, നമ്മുടെ എല്ലാ കുറവുകളെയും വിലയിരുത്താൻ കഴിയും, നമുക്ക് നമ്മളുള്ള ബന്ധങ്ങളെ പരിശോധിക്കാൻ കഴിയും, നമുക്കുള്ള കുറവുകളും തെറ്റുകളും എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം ഒരുമാതിരി ഡിസ്റ്റിൽ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളുടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ലോകത്തെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തിൻ്റെ പിന്നിൽ പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതേ സമ്പത്തും അല്ലെങ്കിൽ നമുക്ക് ആഡംബര ജീവിതം കൊണ്ടും ഒക്കെ ശരിക്കും ഒരു വലിയ പ്രയോജനമുണ്ടോ എന്ന് വരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മളുടെ എത്രത്തോളം സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം മാറ്റി വെക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉദാഹരണത്തിന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ജോലിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്കത് മറക്കാതിരിക്കാം. എന്നിട്ട് ആ ചേഞ്ചസ് നമ്മുടെ വ്യക്തിത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതാണ് ഒരു നാലാമത്തെ പോയിന്റ്. പിന്നെ നമ്മൾക്ക് അതുകൂടാതെ ഈ സമയത്ത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സമയം കിട്ടാതെ ചെയ്യാതെ പോയ കുറേ കാര്യങ്ങൾ, ഉദാഹരണത്തിന് പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കാനുള്ളത്, ഇതെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് പഠിക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പുതിയതായിട്ട് സ്റ്റിച്ചിങ്ങോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും, അതുപോലെ പാട്ടുകൾ കേൾക്കാനും, മ്യൂസിക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കാം. അത് ഉദാഹരണത്തിന് കുക്കിംഗ്, പുതിയ റെസിപ്പീസൊക്കെ നമുക്ക് പഠിക്കാം. അത് മറ്റേ ഭർത്താക്കന്മാർക്ക് കുക്കിംഗ് പഠിക്കാം. അങ്ങനെയൊക്കെ കുറേ അതിനുള്ള ഒരു സമയം കൂടിയാണ്. പിന്നെ ദൈവത്തോടുള്ള ബന്ധം, ഭക്തി, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയാനുള്ളൊരു സമയം കൂടിയാണിത്. അതായത് നമ്മളൊരു ആരാധനാലയത്തിൽ പോകുന്നത് കൊണ്ടും കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവത്തിന് പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും കിട്ടാനില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തോട് സമ്പർക്കം ചെയ്യുമ്പോൾ, സംവാദം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവഭക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പോലും നമുക്ക് വ്യത്യാസം വരുത്താനുള്ള ഒരു സമയമാണിത്. അതും നമുക്ക് ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ഫ്രഷായിട്ട് കാണാൻ കഴിയും. അതും ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് തന്നെയാണ്. ഇതുകൂടാതെ നമ്മളുടെ ഫ്രണ്ട് സർക്കിള്, അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് താല്പര്യമുള്ള കൂട്ടർ, അവരോട് എപ്പോഴും നമ്മളിപ്പോൾ വാട്സാപ്പിൽ കൂടിയാണ് നമ്മുടെ പല പരിപാടികളും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വാട്സാപ്പും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാമെങ്കിലും പലരെയും വേണമെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വിളിച്ച് സംസാരിക്കാനോ വീഡിയോ കോൾ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. നല്ല സുഹൃത്തുക്കളെ അധികം നമുക്ക് സാധാരണ ഇടപഴകാൻ സാധ്യതയില്ലാത്ത കൂട്ടുകാരെയൊക്കെ, ചിലപ്പോൾ സ്കൂളിലെ കൂട്ടുകാരെ, അവരെയൊക്കെ ഒന്ന് വിളിക്കാനോ അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാനോ പഴയ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനോ ഒക്കെ ഉള്ളൊരു സമയമായിട്ട് വേണമെങ്കിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് വിശാലമായ സാധ്യതകളുള്ള ഒരു സമയമാണിത്. ഈ ലോക്ക്ഡൗൺ ശരിക്കും നമ്മുടെ മനസ്സിനും ഒരു സ്വാതന്ത്ര്യം ആണ് ശരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലാതെ ഒരു റെസ്ട്രിക്ഷൻ അല്ല. നമ്മൾ ഫിസിക്കലായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും അടഞ്ഞ് കിടക്കേണ്ട ഒരു സമയമല്ലേ. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. അതായത് ആദ്യം നിർഭാഗ്യകരമായിട്ടോ അല്ലെങ്കിൽ ശാപമായിട്ടോ തോന്നുന്ന ഒരു കാര്യം കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പല ഗുണങ്ങളെക്കുറിച്ചും നല്ല വശങ്ങളെക്കുറിച്ചും തിരിച്ചറിയാൻ പറ്റുന്നു. അത് പിന്നീട് അത് ഭാഗ്യകരമായും അത് ഒരു അനുഗ്രഹമായും തീരുന്നു. നമ്മൾ വളരെ ഫലപ്രദമായിട്ടും ക്രിയാത്മകമായിട്ടും ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ സമയം കഴിഞ്ഞു വരുമ്പോൾ നമുക്കൊരു പുതിയ ശക്തിയും ഉണർവും ഉണ്ടാകും. നമ്മൾ കൂടുതൽ ഒരു മാറ്റം സംഭവിച്ചു വളരെ പുരോഗമന രീതിയിൽ ഒരു പുരോഗതി നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.